രണ്ടാമത്തെ ഒരു മെയിൻ പ്രശ്നം പ്രവാസികളെ സംബന്ധിച്ചാണ്. പ്രവാസികളെ സംബന്ധിച്ചൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയതായിട്ട് മറ്റേ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കണമെങ്കിൽ ഫോം 6A അപേക്ഷ കൊടുക്കേണ്ടത്. ഈ ഓൺലൈനിലായിട്ട് ഫോം 6A അപേക്ഷ കൊടുക്കുമ്പോൾ പ്ലേസ് ഓഫ് റെസിഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി, പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഒരു കോളമുണ്ട്. എവിടെയാണ് ജനിച്ചത് എന്നുള്ള കോളം. ആ ജനിച്ചതെന്ന കോളത്തിലുള്ള ഓപ്ഷനിൽ ഇന്ത്യയിൽ ജനിച്ച സ്ഥലങ്ങൾ മാത്രം കൊടുക്കാനുള്ള ഓപ്ഷനാണുള്ളത്. ഇപ്പോൾ നമുക്കറിയാവുന്ന പല പ്രവാസികളുടെയും മക്കള് ജനിച്ചത് അവർ എവിടെയാണ് ജോലി ചെയ്യുന്നത് ആ വിദേശ രാജ്യങ്ങളിലായിരിക്കും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ ജനിച്ച ഒരു ഇന്ത്യൻ പൗരന് ഈ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇപ്പോഴത്തെ ഒരു സമ്പ്രദായ പ്രകാരമുള്ളത്. അങ്ങനെ ഒരുപാട് പേർക്ക് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാൻ പറ്റാത്ത ഒരു ആശങ്കാജനകമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. അത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് സമ്മതിച്ചു. അങ്ങനത്തെ ഒരു ആശങ്ക എന്നുള്ളത് അത് വളരെ ജെനുവിനായിട്ടുള്ള ആശങ്ക തന്നെയാണ്. ഇവർക്കും അതിനെക്കുറിച്ചുള്ള പരാതി കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ സോഫ്റ്റ്വെയറിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇദ്ദേഹവും ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ കത്ത് എഴുതിയ കാര്യമില്ല. ഇവരുടെ ടൈം ലിമിറ്റിനകം ഈ പറയുന്നത് പോലെ അത് പരിഹരിച്ചില്ലെങ്കിൽ വിദേശത്ത് ജനിച്ച നമ്മുടെ ഒരുപാട് പൗരന്മാരും വോട്ടർമാർക്കും ഇവിടെ വോട്ടർമാരല്ലാണ്ടായി മാറും. വോട്ടർ പട്ടികയിൽ ഇടം നൽകാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അത് നമ്മളെ സംബന്ധിച്ച് വലിയ രീതിയിൽ ആശങ്ക ജനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഈ പറയുന്ന 19 ലക്ഷം ആയിട്ടുള്ള അൺമാപ്ഡ് ആയിട്ടുള്ള വോട്ടർമാരെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം? ഇതെല്ലാവരും 2002-ലും 2025-ലും വോട്ടർ പട്ടികയിലുള്ള ആളുകൾ ഈ അൺമാപ്ഡ് ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പോകുന്നത് എന്ന് ആണ് നമ്മൾ അദ്ദേഹത്തിന് ചോദിക്കുന്നത്. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകളെ ആരും നിങ്ങൾ ഹിയറിംഗിന് വിളിക്കാൻ പാടില്ല. അവർ എന്തെങ്കിലും അത് ഒന്നില്ലെങ്കിൽ BLOമാര് ഇത് അപ്ലോഡ് ചെയ്തതിലുള്ള എന്തെങ്കിലും ഒരു അപാകതയായിരിക്കും, ഒരു തെറ്റായിരിക്കും, അവരുടെ ഭാഗത്തുള്ള തെറ്റായിരിക്കും. ഈ ഒരു തെറ്റും ചെയ്യാത്ത വോട്ടർമാരെ ഇനിയും നിങ്ങൾ ക്രൂശിക്കാൻ പാടില്ല. ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡോക്യുമെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തന്നെ ആ ഡോക്യുമെന്റുകൾ BLOമാര് വന്നിട്ട് അവരുടെ വീടുകളിൽ നിന്ന് വന്നിട്ട് കളക്ട് ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇവരെ ഒരു കാരണവശാലും ഹിയറിംഗിന് വിളിച്ച് അവരെ ക്രൂശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. കാരണം 19 ലക്ഷം എന്ന് പറയുന്നത് ചെറിയ ഒരു സംഖ്യയൊന്നുമല്ല, വലിയൊരു സംഖ്യ തന്നെയാണ്. അപ്പൊ അദ്ദേഹം അതിനെ അനുഭാവപൂർണമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, BLOമാർക്ക് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം എന്ന് നമ്മുടെ കേന്ദ്ര ചീഫ് ഇലക്ടറൽ ഓഫീസർ നമ്മുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെയും ഒരുപാട് വിഷയങ്ങൾ ഞാൻ ഈ പറയുന്ന ഒരു റെപ്രസെന്റേഷനിൽ, കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ നമുക്ക് തന്നിരിക്കുന്ന നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് സംഗതികൾ ഞാൻ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അദ്ദേഹം നോക്കിയിട്ട് ഉചിതമായിട്ടുള്ള മറുപടി തരാമെന്ന് പറഞ്ഞു. മാത്രവുമല്ല, വരുന്ന ജനുവരി 9-ാം തീയതി നിയമസഭയിൽ വെച്ച് നടക്കുന്ന ഒരു സമ്മേളനത്തിൽ പ്രവാസികളുടെ മാത്രം വിഷയങ്ങളാണ് അന്ന് അദ്ദേഹം അവിടെ പറയാൻ പോകുന്നത്. അപ്പൊ ഈ സംഗതികൾക്കുള്ള ക്ലാരിറ്റി എല്ലാം ആ സമയത്ത് അദ്ദേഹം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിന്ന് സബ്മിറ്റ് ചെയ്ത ഒരു നിവേദനമാണ്. അതിനുള്ള ഒരു പരിഹാരമാണ് അദ്ദേഹത്തോട് നമ്മൾ ആവശ്യപ്പെട്ടത്.